അതെ, ഞാനിങ്ങനെ അങ്ങോട്ട് ചോദ്യം ചോദിക്കുന്ന പണിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ജോലി ഇതായിരുന്നു. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് പത്രപ്രവർത്തനം. നിങ്ങൾ ന്യൂസ് കാണുന്നൊക്കെ പറഞ്ഞില്ലേ, ഈ ന്യൂസ് എങ്ങനെയാ ഉണ്ടാവുക? അത് കുറെ ആൾക്കാർ കണ്ട് എഴുതി അത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് നിങ്ങൾ ന്യൂസ് കാണുകയൊക്കെ ചെയ്യുക. അല്ലാതെ ഒരു ദിവസം രാവിലെ ഉണ്ടാവില്ലോ. എന്താ എന്റെ ജോലി എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു ന്യൂസ് എടുക്കണമെങ്കിൽ ഞാൻ ശരിക്കും ഓർത്താൽ ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുകയാണെന്ന് വെച്ചാൽ വളരെ സമാധാനപരമായി വന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുക എന്ന് പറയുമ്പോൾ എനിക്കും അറിയില്ല. നിങ്ങൾ വാർത്തയൊക്കെ എല്ലാവരും കാണുന്നില്ലേ? എപ്പോഴാ വാർത്ത കാണാ? എപ്പോഴാ വാർത്ത കാണാ? ടിവിയിലാണോ കാണുക അതോ ഫോണിൽ കാണോ? ടിവിയില്. എങ്ങനത്തെ വാർത്തയാ ഇഷ്ടമുള്ളത്? അങ്ങനെ വല്ലതുണ്ടോ? എല്ലാ വാർത്തയും കണ്ടോളൂ. ഈ വാർത്ത കഴിഞ്ഞിട്ട് പിന്നെ അതിനെ കുറിച്ചുള്ള പരിപാടിയൊക്കെ ഇല്ലേ? ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇന്നലെ ഇന്നും മിനിഞ്ഞാന്നൊക്കെ വന്ന വാർത്ത എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? What are the recent news that excited you? അതല്ലാതെ നമ്മള് കാണുമ്പോ ഒരു ന്യൂസ് അവര് വായിക്കത്തില്ലേ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പൊ വഴക്കുണ്ടാകാൻ പോകുന്നു, അങ്ങനെയൊക്കെ കണ്ടില്ലേ? ആരെങ്കിലും കണ്ടോ അത്? വേറെ ന്യൂസ് ഇഷ്ടപ്പെട്ടത് വഴക്കുണ്ടാക്കുന്ന ന്യൂസ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇതിന് നിങ്ങൾക്ക് എന്താണ് കാണുമ്പോ അമ്മമാരോടോ അടുത്തിരിക്കുന്ന ടീച്ചേഴ്സിനോടോ ചോദിക്കുവോ ഇതെന്താണെന്ന്? വാവ്, എല്ലാരും കണ്ടതാണോ ആ വാർത്ത? നിങ്ങൾ യാത്രയൊക്കെ പോവാറുണ്ടെന്നല്ലേ പറഞ്ഞേ? എവിടേക്കാ പോയേ? തേയില എങ്ങനെയാ ഉണ്ടാക്കുന്നേ? തേയില ആദ്യം പൊടിച്ചിട്ടാ. അതിന്റെ ഹിസ്റ്ററി ഒക്കെ ഇല്ലായിരുന്നോ? എന്ന് മുതലാ തേയില ഉണ്ടാക്കിയെന്നൊക്കെ ഇല്ലായിരുന്നോ അവിടെ? ഇതൊക്കെ നിങ്ങൾ എഴുതി വെക്കുവോ കാണുന്നൊക്കെ? അതോ എങ്ങനെയാ ഇത് ഓർമ്മയിൽ ഇരിക്കുന്നത്? ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന കാര്യങ്ങള് കണ്ടു, കൊറേ കാണുമ്പോൾ മറന്നു പോകുമല്ലേ? ഒരു 10 വർഷം കഴിഞ്ഞ് എന്നെ കണ്ടാൽ ഓർക്കുമല്ലേ ഇത് ഞാൻ എണ്ണൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ നമ്മൾ ഓരോന്നും ഓർക്കുന്ന എഴുതി ഇടാറുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്തെങ്കിലും നിങ്ങൾ അങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്തോ എന്തെങ്കിലും ഒരു ചെയ്യാറുണ്ടോ? അങ്ങനെ എഴുതുവോ? I woke up at 6 morning. I freshen up. I drank coffee. I walked on LinkedIn. He'll just write his full LinkedIn. ഇന്നലെ എന്താ എഴുതിയേ? I read the Innala, news. what did you write in your diary? Yesterday, what was your writing? Today I woke up at No, 6. yesterday. Yes, we went to Whitela Church. Ah. Reverend Father Shibuki Jose gave sermon. Who was the guest who came? Deacon Joe Thomas speak about seminary. ഇന്നെന്താ എഴുതുക? Today what you write? ഇന്ന് എഴുതണ്ടേ? ഇന്നത്തെ കാര്യം എഴുതണ്ടേ? Whom did you meet today? What did you write? Rajan uncle, Okay, then? Korea Pusti No, uncle. today. ഇന്ന് That today. was Today what happened in your life? Okay, whom did you meet in your dreams? Friends, Priya teacher. No, who was the first guest who came today? You കുറച്ചേരം മുമ്പ് ഒരു ചേച്ചി വന്നില്ലേ? അച്ഛനാ, അനൂപിനെ കണ്ടു. പിന്നെ എന്നെ കണ്ടില്ലേ? ഞാൻ ആരാ? എന്റെ പേരെന്താ? Gita Bhavan. Ma'am. ഗീതാപക്ഷിനെ കണ്ടു. അങ്ങനെ ഓരോന്നും എഴുതുന്നത് ഭയങ്കര നല്ലതായിരിക്കില്ലേ? നമ്മൾ എഴുതാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെ വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ പോലും നല്ലതായിരിക്കത്തില്ലേ? അപ്പൊ നിങ്ങൾ ഓർക്കൂലേ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത്? പിന്നെ വേറെന്താ എന്നോട് ചോദിക്കാനുള്ള? നിങ്ങൾക്ക് എന്താ ചോദിക്കാൻ? നാട്ടിൽ ഞങ്ങൾ ഒത്തിരി ഗീത, MB ഗീത, നായക ഗീത, മേനോനാലിനി ഗീത, മാത്യു എല്ലാം കേട്ടിട്ടുണ്ട്. ഗീത ഭക്ഷ്യത്തിൽ പറക്കണമില്ല സ്വഭാവമുണ്ടോ? നിങ്ങളൊക്കെ എവിടെയാ താമസിക്കുന്നത്? എവിടെയാ നാട്? റേന്റെ നാട് എവിടെയാ? Homestay. Where do you? Trials house. Where is it? Which place? Which place? Jantar Whitela. വൈറ്റില. Janatar Whitela. എവിടെയാ നാട്?
അഖിൽ, അഖിൽ. എല്ലാവരും ഒന്ന് പേരൊന്ന് ഓർപ്പിക്കണം, ഞാൻ കുറച്ച് മനസ്സിലാക്കി. അഖിൽ വീട് തൃപ്പൂണിത്തറ. തൃപ്പൂണിത്തറ. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് അവിടെ വരെ പോവാൻ? 17 കിലോമീറ്റർ. ജേഡൻ മാത്യു കുര്യൻ. ജയടൻ മാറ്റി കുര്യനല്ല വിളിക്കുന്നത്, ജേഡൻ ജയടൻ ആണ് വിളിക്കുന്നത്. ഓക്കെ, ജയടന്റെ വീട് എവിടെയാ? ചക്കരപ്പറമ്പ്. ആ, ഇവിടെ അടുത്ത് തന്നെയാ അത് അല്ലേ? എത്ര നേരം ഉണ്ട് ഇവിടുന്ന് അവിടെ വരെ? എത്ര സമയം എടുക്കും പോകണമെങ്കിൽ? എത്ര ദൂരമുണ്ട്? 15 minutes. ഓക്കെ. എൻ്റെ പേര് കുര്യൻ ജോൺ. എൻ്റെ വീട് കാക്കനാട്. ഇവിടുന്ന് എത്ര സമയം എടുക്കും കാക്കനാട് പോകണമെങ്കിൽ? 10 മണിയാണ്. 10 മിനിറ്റ് മതിയോ? ബ്ലോക്കില്ലെങ്കിൽ 10. ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ബ്ലോക്കില്ലെങ്കിൽ എത്ര നേരം വേണമെങ്കിലും. ഓക്കെ. എവിടെ വീട്? ആ, പേര് പറ. എത്ര സമയം എടുക്കും പോവാൻ അവിടുന്ന്? 20 minutes. Maria Thomas, Palpalli Nagar. 30 minutes, 12 kilometers. Wow. അറിയാലോ. Subin Thomas. I stay Pathadi Palam. പത്തടിപ്പാലം. ഓക്കെ. അതിവിടെ അടുത്ത് തന്നെയല്ലേ? എത്ര സമയം എടുക്കും വീട്ടിൽ ചെല്ലണമെങ്കിൽ? 21. നടന്നാണ് പോവാ? Car. 10 മിനിറ്റ് മതി കേട്ടോ. ഒരു വേണ്ട. കാര്യം പറ, എവിടെ വീട് എവിടെയാ? ശ്രീനാരായണ ദേവർ റോഡ്, അതെവിടെയാ അത്? സൗത്ത് ജനതാ റോഡ്, ആ, അതെത്ര സമയം? തമ്മനം. അതെത്ര സമയം എടുക്കും? എത്ര സമയം എടുക്കും തമ്മനത്ത് വരെ പോവാൻ? ആ, അതാ ഞാൻ എത്ര ചോദിക്കുന്നത്. സമയം എടുക്കും? 20 minutes എടുക്കും. അതൊന്നും വരുന്നല്ലേ, അപ്പൊ 20 നോക്കാറില്ലേ minutes. എത്ര സമയം എടുക്കും? നോക്കാൻ നമ്മൾ സമ്മതിക്കില്ല. എല്ലാരും നമ്മള് എവിടെയെങ്കിലും പോകുമ്പോ വെറുതെ ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ അതാണ്. എത്ര സമയം എടുക്കും പോകാന്? അപ്പൊ ഇനിയാണെങ്കിൽ നോക്കണം എവിടെയെങ്കിലും പോകുമ്പോ. കൈലാസം. ഓക്കെ. കൈലാസിന്റെ വീട് എവിടെയാ? കൈലാസിന്റെ വീട് കൈലാസിന്റെ വീട് MG റോഡ്. MG റോഡ്. എത്ര സമയം എടുക്കും ഇവിടുന്ന് അവിടെ വരെ പോവാൻ? മെട്രോള്. മെട്രോയില് ആ. അത് കൊള്ളാലോ. അപ്പൊ എല്ലാരും അത് ഇപ്പൊ 2 കാര്യം ഞാൻ പറഞ്ഞു. എന്തൊക്കെയാ? നമ്മൾ ഓരോ ദിവസവും ബ്രാൻഡിലായാലും ഇനി ഈ വണ്ടി ചലിക്കും. ഞാൻ പഠിച്ചു വരും. ഞാൻ 2 കാര്യം പറഞ്ഞു. ഒന്ന്, നിങ്ങൾ എല്ലാ ദിവസവും ആരെയൊക്കെ കണ്ടു, എവിടെയൊക്കെ പോയി, അതെല്ലാം നമ്മൾ എങ്ങനെയെങ്കിലും ഒന്നുകിൽ എഴുതാൻ മടിയാണെങ്കിൽ അത് വോയിസ് റെക്കോർഡ് ചെയ്ത് വെക്കുക, അല്ല എഴുതാനായിട്ട് പറ്റുമെങ്കിൽ എഴുതി വെക്കുക. 2, എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വെറുതെ ഒന്ന് അമ്മയോടാണേലും നിങ്ങളോടാണേലും ഓർക്കുക എത്ര സമയം അവിടെ എടുക്കും ചെല്ലാൻ, നമ്മൾ എത്ര ടൈം എടുക്കും, എത്ര ദൂരം എടുക്കും. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്ത് വെക്കുന്നത് വളരെ പിന്നീട് അത് നമുക്ക് നല്ലതായിരിക്കും. ഓരോരുത്തർക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും ദൂരെയാണോ അടുത്താണോ എന്നൊക്കെ, ഇല്ലേ? പിന്നെ ഇവിടെ നിങ്ങളെല്ലാം ഭയങ്കര കുക്കിംഗ് ചെയ്യുന്നു എന്ന് കേട്ടല്ലോ. സോ ഇൻട്രസ്റ്റഡ്. ആരൊക്കെയാണ് നന്നായി കുക്ക് ചെയ്യുന്നത്? അഞ്ഞിയും പരം വെച്ചു എന്നൊക്കെ കേട്ട് ചെയ്യും. എന്താ ഇഷ്ടമുള്ള ഉണ്ടാക്കാനായിട്ട്? ചിക്കൻ ഉണ്ടാക്കാം. എന്താ ഉണ്ടാക്കാൻ ഇഷ്ടം? What do you like to make? Favorite food to make? What you can cook? Pizza and sauce. That is to eat. Pizza. What do you make? What do you like to cook? What can you cook? Cook. What do you bake? Bake? You bake something? Cake. Chocolate cake. Chocolate. Ah, that is so he is making chocolate cake for us. നമുക്ക് ഒരു ദിവസം ഒരു കുക്കിംഗ് ക്ലാസ് വെക്കട്ടെ. Yes. Then എന്താ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള? പപ്പടം. പപ്പടം
ഇപ്പൊ കൂടെ പിടിയിലുണ്ട്. അത് കഴിഞ്ഞ ദിവസം ചെറുതായിട്ടൊന്ന് കുക്ക് Microwave. മൈക്രോവേവ് പപ്പടം ഉണ്ടാക്കും. അയ്യോ അപ്പൊ കുഴപ്പമില്ല. പപ്പടം അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? കാപ്പി കാപ്പി ഉണ്ടാക്കും. മതി. പപ്പടം കാപ്പി ഇടയിൽ നമുക്ക് തൽക്കാലം പിടിച്ച് വെക്കാം. കേക്ക് തന്നെ ബാക്കി എന്താ ഉണ്ടാക്കുക? ചിക്കൻ ബിരിയാണി. തിന്നാൻ ഇഷ്ടമുള്ള സാധനം പറഞ്ഞു. നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ഏതാ? ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ഉണ്ടാക്കില്ല. കുക്കിംഗ് എന്താ കുക്ക് ചെയ്യണം? കുക്ക് അറിയാം. അറിയാം. അധികം സമ്മതിച്ചു. എന്താ അറിയാവുന്ന? ജയിലിന് കുക്ക് ചെയ്യാൻ അറിയാം. അറിയാം. ജയിലിന് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അത്യാവശ്യം ജീവിച്ചു. സോ നമുക്ക് കേക്കായി, പപ്പടം കോഫിയായി, സാൻഡ്വിച്ച് ആയി. ഇനി എന്താ വേണ്ടേ? കുഞ്ഞിനെന്താ ഉണ്ടാക്കി തരുന്നേ? ഞാൻ നൂഡിൽസ് ഉണ്ടാക്കും, പിന്നെ ചില്ലി ഗോബി ഉണ്ടാക്കും. ശരിയോ? എനിക്കറിയില്ല ജിലേബി ഉണ്ടാക്കാൻ. ഉണ്ടാക്കി തന്നോ ഒരു ദിവസം? എടുക്ക്. മെസ്സിയെ പറഞ്ഞു. എന്നാലും ഒന്ന് പറയും. പിസ്സ ഉണ്ടാക്കും. പിസ്സ നൂഡിൽസ് ഉണ്ടാക്കും. ചിക്കൻ ഷാമ. എങ്ങനത്തെ മീൻകറി? റെഡ് മീൻകറി. കോട്ടയംകാരുടെ മീൻകറി. കോട്ടയംകാരുടെ മുളകിട്ട മീൻകറി. ഓക്കെ, മീൻകറി. കപ്പുണ്ടാക്കും. ഇയാളെ മീൻകറി ഉണ്ടാക്കുന്നു, ഞാൻ കപ്പുണ്ടാക്കും. ഞാൻ അതൊക്കെ ഇപ്പൊ തന്നെ എനിക്ക് എന്തുണ്ടാക്കാ? ചായ ഉണ്ടാക്കും. ആഹാ, കൊള്ളാലോ. അന്നേരം അങ്ങനെ ചായ ഉണ്ടാക്കും. കഴിക്കാൻ ചായ മാത്രം കുടിച്ചോണ്ടിരിക്കും. നേരെ പപ്പടം കൂടെ ഉണ്ടാക്കി തരാമോ? എണ്ണ ഭയങ്കര ടെൻഷനായി. ഭയങ്കര എണ്ണയാണ്. മടങ്ങി വറക്കാം. ഐഡിയാസ് തരല്. ചായ മാത്രമേ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി വന്നാല്. അന്ന് അടുത്ത ആൾക്ക് വിടും. മിനിമം സാൻഡ്വിച്ച് പഠിക്കാട്ടാ. ഉണ്ടാക്കാം. എന്തുണ്ടാ? ചായ ഇടും. ചായ ഇടും. പിന്നെ കഴിക്കാൻ എന്തോ കഴിക്കാൻ എന്തോ സാൻഡ്വിച്ച് ഉണ്ടാക്കിട്ട് എന്ത് വെച്ചിട്ട്? സാൻഡ്വിച്ചിൽ എന്താ വെക്കുക? ചിക്കന്, ടൊമാറ്റോ, ചീസ് വെക്കുവോ? ചീസ് വെക്കും. ഇഷ്ടമാണ് ചീസ്. ഇഷ്ടമാണ്. ഏകദേശം പിടിച്ചു. ഏകദേശം ഉണ്ടാക്കുന്നതിന് വരെയൊക്കെ എത്തിയോ? ദോശ ഉണ്ടാക്കണം. ദോശ ഉണ്ടാക്കോ? എങ്ങനെ? ഇങ്ങനെ ഒഴിച്ചിട്ടാ? ഇങ്ങനെ വെച്ചിട്ട് ചമ്മന്തി അപ്പൊ ആരുണ്ടാക്കി തരാം? അമ്മ ഉണ്ടാക്കി തരുമോ? ചമ്മന്തി വേണ്ടേ? ദോശക്ക് എന്താ കൂട്ട് വേണ്ടേ? അത് അമ്മ ഉണ്ടാക്കി തരുമോ? ഓക്കെ. ആ ചമ്മന്തി അവിടുത്തെ പപ്പക്ക് ഒരുമാതിരി ജീവിക്കാനുള്ള സാധനം എല്ലാവരും ഉണ്ടാക്കാറായി. ഞാൻ എന്താ ചോദിച്ചതെന്ന് അറിയാവോ?
നമുക്ക് നിങ്ങളുടെ സാറിനോടും കൂടെയാണ് നമുക്ക് ഒരു ദിവസം അങ്ങനെ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ വെച്ചാലോ, നമ്മള് എല്ലാരും ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കുന്ന എളുപ്പത്തില് ഞാനും റെഡിയാണ്. നമുക്കതൊരു ദിവസം വെച്ചിട്ട് എല്ലാരും തീ കത്തിച്ചോ കത്തിക്കാതെയോ എങ്ങനെ കഞ്ഞി വെച്ചടക്കം കത്തിക്കല് തൊട്ട് പറയും. കത്തിക്കല് തൊട്ട് അരി കഴുകി ക്ലീൻ ചെയ്തു, വെള്ളമൊഴിച്ചു, അരിയിട്ടു, കത്തിച്ച് തിളച്ച് ഇതാക്കിയിട്ട് പിന്നെ പതുക്കെ ഇതൊക്കെ നടത്തിയതാ. നമുക്ക് അങ്ങനെ ഒരു സെഷൻ വെക്കാം. നല്ലതായിരിക്കും. ഓരോരുത്തരും ഓരോ സാധനം വെച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്തിട്ട് കുക്ക് ചെയ്യുന്നത് ഈസി ആയിട്ടുള്ള സാധനങ്ങൾ. അല്ലാതെ ഈ പറഞ്ഞ എണ്ണ കിട്ടുന്ന സാധനമൊന്നും വേണ്ട. എനിക്ക് ഭയങ്കര പേടിയാണ്. നമ്മള് അറിയാവുന്നവര് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നത് വേണ്ട. അപ്പൊ അങ്ങനെ നമുക്കൊരു ദിവസം കൂടാ എല്ലാവർക്കും. വേറെന്താ എന്നാലും ഡെയിലൊരു ദിവസം വെക്കാം. എല്ലാരും ഒക്കെ നന്നായി ചെയ്യാൻ പറ്റുമോ? ഒരു കോൺഫിഡൻസ് ഒക്കെ ആയോ ചെയ്യാമെന്നുള്ളത്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കേട്ടായിരുന്നു അത് നിങ്ങൾ ചെയ്ത കാര്യം. ഇവിടെ ചെയ്ത മനോജൊക്കെ ഒന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ പിന്നെ IMA ഹാളില് രണ്ടെണ്ണം ഉണ്ടായിരുന്നു. മറ്റേ ഉണ്ടായിരുന്നു, നമ്മളെ GSIയുടെ ജീറിയാട്രിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നാഷണൽ കോൺഫറൻസ്. ഇപ്പൊ കോട്ടയത്ത് എങ്ങനെയാ പരിപാടിക്ക് വരുന്നത്? ഞാൻ കോട്ടയക്കാരിയല്ലേ, അപ്പൊ നമുക്ക് അവിടെ കാണാം. എങ്ങനെയാ വരുന്നത്? എപ്പോഴാ വരിക? ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് അവിടെ സ്റ്റേജ് നോക്കിക്കൊണ്ടിരിക്കണം. എവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്നത് നോക്കിക്കൊണ്ടിരിക്കണം. നിങ്ങളൊരു ദിവസം നേരത്തെ വാ, എന്നിട്ട് നമുക്ക് അവിടെ സ്റ്റേ ചെയ്ത് 1-2 ദിവസം നേരത്തെ എത്താം. അപ്പൊ കാലം ഞാൻ വരില്ല. എനിക്കിവിടെ ഈ പറഞ്ഞ അതർ സൈഡ് ഓഫ് നമ്മക്കല്ല, നമ്മ എന്ത് പറയുക, മൂത്തര് പറഞ്ഞാൽ കേൾക്കണം. എനിക്ക് എന്താ അനുസരണം അനുസരണയൊക്കെ എനിക്കുണ്ടായിരുന്ന ഞാൻ ഇപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ അപ്പൊ അന്ന് ആകാശത്തോട് ഊഞ്ഞലിട്ടായിരുന്നു. ഇതെല്ലാം വിശക്കുന്നുണ്ട്. What is your favorite food? What is your favorite food? കപ്പയും ചോളം മീൻകറിയും. അതല്ലേ ഞാൻ ചോദിച്ചത്. ഒരു കോട്ടയത്ത് വളർന്ന ഒരാൾക്ക് നല്ല കപ്പ പുഴുക്കും മീൻകറിയും കിട്ടിയാൽ ഞാൻ അവിടെ എന്ത് ചെയ്യാനാണ് റീഡിങ്. എനിക്ക് വീക്കെൻഡിലെന്നല്ല, ഒരു അല്പസമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ വായനയാണ് ഇഷ്ടം. ചെറുപ്പം മുതൽ എങ്ങനെയായിരുന്നു വായിക്കാം. നല്ലതാ. നിങ്ങളൊക്കെ അതൊരു ഇതാക്കും, വായിക്കുക എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ ബുക്കാണ്. എന്റെ ഭാഗ്യം ഉണ്ടെങ്കിൽ ഈ വർഷം ഇറക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അത്ര എളുപ്പമുള്ള കാര്യമല്ല. വായിക്കാൻ നല്ല എളുപ്പമാണ്. ഇതിന് എഴുതി ഒപ്പിക്കുക എന്ന് പറയുന്നത് പാടാണ്. അടുത്ത ബുക്ക് ഒരു നല്ല ബുക്കായിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ വർഷം മാറ്റാൻ നിങ്ങളോട് പ്രാർത്ഥിക്കും. ഞങ്ങളത് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം. ഇല്ലാതെ ആ ബുക്ക് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാഡം ഫേവറേറ്റ് ഓർഡർ ആരാണ്? ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ചോദ്യമാണ്. ഫേവറേറ്റ് ഓതർ അങ്ങനെ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് ഓരോ സെഷനിൽ ന്യൂസ് എഴുതുന്ന ആരായിരിക്കും, ലേഖനം കോംപ്ലിക്കേറ്റ് ആക്കല്ല, ഏതെഴുതുന്നതാണല്ലോ അതൊരു ഫലിതബിന്ദു ആണെങ്കിൽ പോലും മനോഹരമായി എഴുതുന്ന ആൾ ആരാണോ, അതെനിക്കൊരു ഫേവറേറ്റ് ഓതർ പറഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ ഒരു രചന എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എന്താണെങ്കിലും ആ എഴുതുന്നത് ചെറുതാണെങ്കിലും അത് ഏറ്റവും മനോഹരമായി ആരാണോ എഴുതുന്നത് ആ ആളായിരിക്കും എനിക്ക് ആ സമയത്ത് ഫേവറേറ്റ് എന്നുള്ള ഓതർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദുഗോപന്റെ ഒരു നോവലാണ്. കുറെ നാളായി ആനോ എന്ന് പറഞ്ഞൊരു നോവല് വായിക്കുന്നു. ഇന്ദുഗോപന്റെ രചനകൾ ഇതുവരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ ആനും ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. ഓരോരുത്തരും നമുക്ക് ഓരോ സമയത്ത് ഇഷ്ടപ്പെടും.
ചിലത് കാണുമ്പോൾ എന്തോ എഴുതി വെച്ചിരിക്കുന്നത് നോക്കും. സ്വാഭാവികം. ക്ലാസിക്സ് എല്ലാം എല്ലാവരും തന്നെ ഇഷ്ടം. എൻ്റെ personal system. മലയാളം മാത്രമേ എനിക്കറിയാവുള്ളൂ മക്കളെ, എഴുതാനായിട്ട് ബാക്കിയൊക്കെ തട്ടിക്കൂട്ടി പോകാന്നേ ഉള്ളൂ. ഭാഷ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിലൊരു ഭാഷയുണ്ട്. ആ ഭാഷയിലേ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. എനിക്ക് മലയാളം തന്നെയാണ് പറ്റുന്നത് അങ്ങനെ എഴുതാനായിട്ട്. ഞാൻ ഇവരോട് മാത്രമല്ല, നിങ്ങൾ അമ്മമാരോടും ഒക്കെ പറയാണ്. എൻ്റെ ഒരു പുസ്തകത്തിന് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ് മനോരമയില് എഡിറ്റോറിയൽ എഴുതുന്ന ഹരികൃഷ്ണൻ, അദ്ദേഹമാണ് അവതാരിക എഴുതിയത്. അദ്ദേഹം എഴുതിയ ഒരു വാചകമുണ്ട്, നിങ്ങളെല്ലാവരും കേൾക്കേണ്ട ഒരു വാചകമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലും കഥയുണ്ട്. പക്ഷെ ഈ കഥ തിരിച്ചറിയാതെ നമ്മൾ കഥയില്ലാത്ത ആളാണെന്ന് ചിന്തിക്കുകയാണ്. ഞാൻ ഇതുവരെ എഴുതിയതിൽ നല്ലത് എന്ന് പറയപ്പെടുന്ന, എനിക്ക് തോന്നിയിട്ടില്ല, എല്ലാവരും പറയപ്പെടുന്ന അല്ല, എൻ്റെ ജീവിതകഥ തന്നെയാണ്. അത്ര വലിയ ജീവിതമൊന്നും അല്ല എൻ്റേത്. വളരെ സാധാരണമായ ഒരു ജീവിതത്തില് ചെറിയ ചെറിയ സംഭവങ്ങൾ എടുത്ത് ഞാൻ എഴുതിയതാണ്. നിങ്ങൾക്ക് എല്ലാം അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവരുടെയും ഉള്ളിൽ കഥയുണ്ട്. അപ്പൊ എല്ലാവരും ഈ കഥകൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്കും ഭയങ്കര സന്തോഷമാകും. ഞാൻ കൂടുതൽ അമ്മമാരോടായിട്ട് ടീച്ചേഴ്സിനോട് പറയാണ്, ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു സംഭവം എന്താണെന്നറിയോ, നമ്മളിത് എഴുതിയാൽ നമുക്ക് ഭയങ്കര ക്ലാരിറ്റി കിട്ടും. ഈവൻ ഡയറി എഴുതുമ്പോൾ നമ്മൾ ചിലപ്പോൾ വലിയ പ്രശ്നമാണെന്ന് വിചാരിച്ച സാധനം എഴുതുമ്പോൾ ഉണ്ടായിരുന്നല്ലേ എന്ന് തോന്നും. ചിലപ്പോൾ ചെറിയ കാര്യമാണെന്നുള്ളത് എഴുതി വരുമ്പോഴായിരിക്കും നമ്മളിത് എത്ര നോവിച്ചിട്ടുണ്ടായിരിക്കും, എത്ര സന്തോഷിപ്പിച്ചിട്ടുണ്ടായിരിക്കും എന്നറിയില്ല. സോ എഴുത്തെന്ന് പറയുന്നത് ഒരു മാന്ത്രികത ഒന്നുമല്ല, എല്ലാവരും ചെയ്യേണ്ട, പ്രാർത്ഥന പോലെ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. എഴുത്ത് നിങ്ങളുടെ ഓരോ ദിവസത്തെ അനുഭവങ്ങൾ, നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ ഇത് എഴുതി വെക്കുമ്പോഴല്ലോ നമുക്ക് തന്നെ നമ്മളോടൊരു ബഹുമാനം തോന്നുന്നു. ഓരോരുത്തരും ഓരോ ഫൈറ്റേഴ്സ് ആണെന്നുള്ളത് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നതല്ലേ. എല്ലാവരും പോയിട്ട് ജീവിതം മതിയാക്കണ കാര്യം കുട്ടികളുടെ മുമ്പ് വെച്ച് പറയാൻ കൊള്ളില്ലല്ലോ. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം തോന്നാവുന്ന കാര്യമാണ് എഴുത്ത്. അപ്പൊ നമ്മൾക്ക് ഇതിലൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ കടന്നു പോന്നിട്ടുള്ളത്, അല്ലെ ഇനിയും ചിലപ്പോൾ എന്തൊക്കെയാണ് വരാൻ പോകുന്നുള്ളത്. എല്ലാവരും നിങ്ങൾ എഴുതണമെന്ന് ഞാൻ വിനീതമായിട്ട് നിങ്ങളോട് പറയുകയാണ്. അത് പബ്ലിഷ് ചെയ്യോ ഇല്ലാതിരിക്കോ, അതിന് ആരാധകരുണ്ടാവോ ഒക്കെ സെക്കൻഡറിയാണ്. ഞാൻ എൻ്റെ ആദ്യത്തെ പുസ്തകം എന്ന് പറയപ്പെടുന്നത് ഓരോ പുസ്തകം എഴുതിയിരുന്നു. അതല്ലാതെ എൻ്റെ ബുക്ക് എന്ന് പറഞ്ഞത് തായ് എന്ന പുസ്തകമാണ്. അതെൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ വലച്ച, എന്നെ വിഷമിപ്പിച്ച, എൻ്റെ ക്യാരക്ടർ തന്നെ മോൾഡ് ചെയ്ത, എനിക്ക് ലോകത്താരം വിശ്വാസമില്ലെന്ന് തോന്നിയ, അല്ലെങ്കിൽ ലൈഫ് തന്നെ ശരിയല്ലെന്ന് തോന്നിയ സംഭവമാണ് ഈ തായിൽ വന്നിരിക്കുന്നത്. പക്ഷെ അത് എഴുതി കഴിഞ്ഞപ്പോൾ, ആ ബുക്ക് വന്നപ്പോൾ സച്ച് എ റിലീഫ് ഫോർ മീ. അപ്പോൾ വായനക്കാർ വിളിച്ചിട്ട് അവർ കരയുന്നു എന്നൊക്കെ പറയുന്നത് ഞാൻ ഒരിക്കലും കരഞ്ഞിട്ടില്ല. ഞാനിത് എഴുതുമ്പോൾ ഞാൻ കരഞ്ഞിട്ടില്ല, ഇത് അനുഭവിക്കുമ്പോൾ ഞാൻ കരഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളെന്തിനാണ് കരയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് നിങ്ങളെന്തിനാണ് കരയുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് എൻ്റെ ബുക്കെന്നുള്ള കൊമച്ചല്ല പറയുന്നത്, അതൊരു സ്ത്രീ ഒരു പെണ്ണിന് നൽകിയ അനുഭവമാണ് പറയുന്നത്. എനിക്കിതിനകത്തൂടെ ആരുടെ സിമ്പതി എനിക്ക് ആവശ്യമില്ല. What I went through, what my mother went through, what my friends even went through. എൻ്റെ മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ് ഉണ്ടാവുമായിരുന്നു എനിക്ക്. നമ്മളെല്ലാവരുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നും പിന്നെ ഞാനങ്ങ് കൂടെ ഭയങ്കര ചിരിച്ച് കളിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഞാൻ ഓഫായി പോകും. പക്ഷെ ഈ പുസ്തകം എഴുതിയതിന് മുമ്പത്തെ ഗീതാഋഷിയും അത് എഴുതിയതിന് ശേഷത്തെ ഗീതാഋഷിയും എന്ന് പറഞ്ഞ് രണ്ടായിട്ട് തിരിക്കപ്പെടുകയുണ്ടായി. ഇപ്പൊ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ എനിക്ക് എഴുതാൻ തുടങ്ങും. ഞാൻ പത്രപ്രവർത്തകയായിട്ട് പോലും ഞാനത് കണ്ടുപിടിച്ചത് എൻ്റെ ഒരു 25 വർഷത്തെ മാധ്യമപ്രവർത്തനത്തിന് ശേഷമാണ്. സോ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം, റൈറ്റ് ഡൗൺ ഓൾ യുവർ ഫീലിങ്സ്. അത് ആര് കാണണ്ടെങ്കിൽ പിച്ചിക്കിരിക്കണമെന്നുള്ളൂ, പക്ഷെ എഴുത് ഭയങ്കര വേറിട്ടൊരു തെറപ്പിയാണ്. അത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ്. സോ അടുത്ത ഞാൻ ചോദിച്ചോ, ഏത് ബുക്ക് ആദ്യം എഴുതിയത്? അത് ബുക്കായത് ജോലിയുടെ ഭാഗമായിട്ടാണ്. ഞാനന്ന് മംഗളം എന്നുള്ളൊരു പത്രത്തില് ജോലി ചെയ്യായിരുന്നു. അവിടുന്ന് EK നായനാരെന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഒരു പഴയ മുഖ്യമന്ത്രിയാണ്. സോ ഭയങ്കര ലവബിൾ ആയ ഒരു EK നായനാരാണ്. അദ്ദേഹത്തിന്റെ ജീവിതകഥയാണ് ആദ്യം. ഇഷ്ടം എന്ത് ഇഷ്ടമാണ്?
എന്തിനെ കുറിച്ചുള്ള ഇഷ്ടം? ഒത്തിരി ഇഷ്ടമില്ലേ? ഡാൻസ് ഡാൻസ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ പഠിക്കാനധികം പറ്റിയില്ല. സാഹചര്യം ഉണ്ടോ? സാഹചര്യം ഉണ്ടോന്ന് ചോദിച്ചാല് ഞാൻ നേരത്തെ ഡാൻസ് ചെയ്യുമായിരുന്നു കോളേജിലെല്ലാം വെച്ച് വരെ. പിന്നെ കല്യാണം മക്കളൊക്കെ ആയിട്ട് അതങ്ങ് വിട്ടു. പിന്നെ ഇപ്പൊ പതുക്കെ ചെറുതായിട്ട് അത് വീണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട്. സാഹചര്യം ഉണ്ടെങ്കിൽ ഞാനൊരു നർത്തകിയാകും. എന്തോ like traveling. Oh, very much. Which is your favorite place? Actually, it's not about favorite place, it's favorite travel. എനിക്ക് എൻ്റെ കൂടെ ഉള്ളവര് ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ അറ്റ്മോസ്ഫിയറുമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പെട്ടെന്ന് മൂഡ് സ്വിങ് വരുന്ന ആളാണ്. പെട്ടെന്ന് ഇഷ്ടം വരുന്നതും അനിഷ്ടം വരുന്നതുമായ ആളായിരുന്നു. ഇപ്പൊ കുറച്ച് മറ്റെന്താ പറയാ, നമ്മളൊരു പാകത എത്തി എന്നുള്ളൊരു മട്ടായിട്ടുണ്ട്. അത് സ്വയം തോന്നിയാണോ? നേരത്തെ അല്ല, സ്വയം തോന്നിയതാണോ അതോ മറ്റുള്ളവരും പറയാം, കൂട്ടുകാർ പറയാറുണ്ട് ഇപ്പൊ ഭേദമായിട്ടുണ്ടെന്ന്. ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷം എന്നാ പറയുന്നത്? എന്റെ പഴയ അറിയില്ലല്ലോ, അന്നത്തെ ഭീകരാവസ്ഥ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാൻ വയ്യാഞ്ഞിട്ടാ. അല്ല, എനിക്ക് ട്രാവലിങ്ങില് എന്റെ കൂടെ ആരാണുള്ളത്, അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്, അങ്ങനെ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എന്നെ കൊണ്ട് എന്റെ ഫേവറേറ്റ്, ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് ഒഴിച്ച കൊടൈക്കനാലായിരിക്കും. എളുപ്പമുള്ളതുകൊണ്ട് പോകുന്നതാണ് മക്കളുമായിട്ട്. പക്ഷെ കൊടയിൽ പോയിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ എവിടെയാണെങ്കിലും എനിക്ക് ഇഷ്ടമാണ്. അത് എവിടെയാണ്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇടയ്ക്ക് മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവുന്ന ആ സമയത്ത് ഇഷ്ടമുള്ള ആൾക്കാർ പോലും ഇഷ്ടമില്ലാത്ത ആളായി മാറും. അല്ല അല്ല അത്രയും പോറാണെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞോണ്ടാണ്. അതല്ല, ഇഷ്ടമുള്ള ആൾക്കാർക്ക് പോലും എന്റെ അന്നത്തെ തിരിച്ചുള്ള എന്റെ പെരുമാറ്റം അവർക്ക് ഇഷ്ടമില്ല. എനിക്കല്ല, നിങ്ങള് വളരെ പ്രതീക്ഷിച്ചൊരു തമാശ പറയുമ്പോൾ എന്ന് പറഞ്ഞാല് അന്നത്തെ ഒരു പ്രശ്നമില്ല. എനിക്ക് അത് ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂഡായിരുന്നു. അതായത് തമാശ പറഞ്ഞത് മനസ്സിലാക്കി തന്ന് ചിരിപ്പിക്കാൻ നോക്കണം. അല്ല, ഞാനത് ചിരിക്കില്ല, ഞാൻ ചിരിക്കാതിരിക്കുന്ന മൂടാ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചിരിക്കില്ല. അപ്പൊ ആ മൂടിൽ എന്നെ വിടേ പറ്റുള്ളൂ ആയിരുന്നു. സത്യമാണ് പറയുന്നത്. ഞാൻ എന്തിനാ തായ് എഴുതിയതിന് മുമ്പുള്ള ഞാനും തായ് എഴുതിയതിന് ശേഷമുള്ള ഞാനും രണ്ടാൾക്കാരാണ്. എന്നിട്ട് നന്നായ സ്വഭാവമാണ് നിങ്ങളൊക്കെ ഇപ്പൊ കാണുന്നത്. നമുക്ക് നിൽക്കാം, നമുക്കൊരു എന്തെങ്കിലും ഒരു കുക്കിംഗ് ക്ലാസ്. നിങ്ങളൊക്കെ എന്ത് പറയുന്നു? പിന്നെന്താ, ഞങ്ങൾ പിസ്സ വരെ ഉണ്ടാക്കി തരും. അങ്ങനെ ഉണ്ടാക്കണ്ട, നമ്മളൊരു വളരെ റൊമാൻറ്റിക്കായിട്ട് ചെയ്യാവുന്ന ഞാൻ ഓർക്കുന്നത്. നല്ലതായിരിക്കില്ലേ? ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ള കുറെ ആൾക്കാർ ഇവിടെ ഇല്ല. ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണപ്പെടും. അത് കറക്റ്റാണ്. എന്തോ മനസ്സിലുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ വീണ്ടും പറയട്ടോ, സീരിയസ്ലി, ഒരു മ്യൂസിക് അറിയാവുന്നവർ വരുമ്പോ പറയുമായിരിക്കും നിങ്ങൾ ഇന്ന രാഗം കേൾക്കുന്നൊക്കെ. എനിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്, പ്ലീസ് റൈറ്റ് ഡൗൺ ഓൾ യുവർ ഫീലിങ്സ്, ഓൾ യുവർ എക്സ്പീരിയൻസ്. അത് കള്ളത്തരം മാത്രം ചെയ്യരുത്. അവനവനോട് പോലും കള്ളത്തരം കാണിക്കും. എഡിറ്റ് ചെയ്ത് വരുമ്പോൾ പ്രസിദ്ധീകരിക്കുമ്പോൾ നല്ല കള്ളത്തരമൊക്കെ ഉണ്ടായിരിക്കും. എൻ്റെ തായി എന്നുള്ള പുസ്തകത്തിനകത്ത് ഒറ്റ വില്ലനോ വില്ലത്തിയോ ഒന്നുമില്ല, എല്ലാവരും നല്ല ആൾക്കാരാണ്. പക്ഷെ എൻ്റെ മനസ്സിലൊന്നും ഒരാളൊന്നും ആയിരുന്നില്ല, അതൊക്കെ ആൾക്കാരും. പക്ഷെ എല്ലാം എഴുതിയിട്ടൊന്ന് വായിച്ചു നോക്കും. എന്തൊരു വ്യത്യാസമെന്നൊരു നമ്മുടെ ജീവിതം തന്നെ നമുക്ക് വേറൊരു രീതിയിൽ നമ്മൾ എന്ത് മണ്ടത്തരം കാണിച്ചതെന്ന് സ്ഥലത്തൊന്നും തോന്നുന്നു, നമ്മൾ കൊള്ളാലോ എന്ന് തോന്നുന്നു. അത് ഭയങ്കര വ്യത്യാസമാണ്. സോ ഐ എം റിക്വസ്റ്റിംഗ് ഓൾ ഓഫ് യു, പ്ലീസ്. തായ് ഞാൻ എഴുതാൻ ഉദ്ദേശിച്ചിരുന്നതല്ല. ഇവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു അനുഭവം പറയുക. തായ് എന്നുള്ളത് 30 വർഷം മുമ്പ് എനിക്ക് കാണാതെ ഞങ്ങൾ പിരിഞ്ഞു പോയ സഹോദരിയെ കണ്ട പുസ്തകമാണ്. അപ്പൊ ഈ തായ് ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ ഞാൻ നെടുമ്പാശ്ശേരി നിൽക്കുകയാണ്. പെട്ടെന്ന് എന്നെ മനോരമയെന്ന് വിളിച്ചിട്ട് വേറെന്തോ ഒരു അസൈൻമെന്റ് പറയും. അപ്പൊ ഞാൻ തോമസ് സാറാണ്, തോമസ് സാറിന് ഒരുമാതിരി എല്ലാവർക്കും അവരുടെ
തോമസ് ഐസക് സാർ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോൾ പോലും എഴുന്നേറ്റ് സർ എന്ന് പറയുന്നതാണ്. ഞാൻ സാർ എന്നോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ തലയിൽ ഒന്നും കയറി വരാത്ത സമയമാണ്. ബിക്കോസ് മൈ തായ് ഈസ് കമ്മിങ് ഹോം ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ്. സോ എന്നോടൊന്നും എന്തോ തനിക്ക് എന്താ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ആ സാറെ പിന്നെ പറയാം. പിന്നെ സാറിനെ ഞാൻ വിളിച്ചു, സാറേ ഇങ്ങനെ ഞാൻ ഒത്തിരി നാൾ കൂടി എൻ്റെ തായി കണ്ടായിരുന്നു, തായി എന്ത് പണിയാണ്, താൻ എന്ത് പത്രപ്രവർത്തകയാണ്, ഞാൻ ഇപ്പം അവിടേക്ക് ആളെ വിടുക, മനോരമ നാളെ വിടുക, ന്യൂസല്ലേ ചെയ്തിരുന്നത്, നിങ്ങൾക്ക് അറിയത്തില്ല. ന്യൂസാണ്, തീർച്ചയായിട്ടും ന്യൂസാണ്, ആളെ പത്രത്തിൽ വന്നാൽ ഗംഭീര ന്യൂസാണ്, പിന്നെ എന്താ അത് പറയാനുള്ളത്. സോ private thing for me, I don't want it to be news. ഞാൻ എപ്പോഴും പറയാറുള്ളൂ വേറൊരു കാര്യമാണ്, ഈ പത്രപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് നമ്മൾ മറുപടി കണ്ട കാര്യമൊന്നുമില്ല. തൽക്കാലം I don't want to എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന കേസേ ഉള്ളൂ, അത് ഞാനുൾപ്പെടെ ആരാണെങ്കിലും. അപ്പം ഞാൻ സർവീസിനെ പറ്റത്തില്ല, അപ്പം ന്യൂസ് എനിക്ക് കൊടുക്കാൻ ഒക്കത്തില്ല, ഇത് നമ്മുടെ സ്വകാര്യതയാണ്. ഞാൻ പാകപ്പെട്ടോട്ടെ, ഉറപ്പായിട്ട് എന്തെങ്കിലും ഞാൻ എഴുതുകയാണെങ്കിൽ മനോരമയിലേ വരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കേൾക്കുന്ന മനോരമ ഓണപ്പതിപ്പിൽ എന്നോട് KC നാരായണൻ സാർ, എഗെയിൻ എൻ്റെ ഗുരുവാണ്, അദ്ദേഹം പറഞ്ഞു ഞാൻ 10 പേജ് ഇട്ടിട്ടുണ്ട്, ഗീത സാധനം തരും. ഓണപ്പതിപ്പിൽ 10 പേജ് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് ഐ വാസ് നോട്ട് റെഡി ടു റൈറ്റ് ഇറ്റ് ഡൗൺ. എൻ്റെ ജീവിതമാണ് ഇത്രയും വർഷത്തെ, അത് ഇത്ര വൈകാരികമായ സാധനം 10 പേജ് എഴുതുന്ന എവിടെ തുടങ്ങണം, എവിടെ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അടുത്ത സുഹൃത്തെത്തുന്നു, K. ഹരി. ഇവർക്ക് 3 പേർക്കാണ് ഞാൻ ആ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. K. ഹരികൃഷ്ണൻ, ഞാനിപ്പോൾ പറഞ്ഞു. ഹരി എത്തുന്നു. ഹരി പറഞ്ഞു തന്നെ എഴുതുന്നിടത്ത് തീരട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്കറിയാലോ, ഈ പറ്റാത്ത ജോലി നമ്മൾ കുറച്ച് മാറ്റി വെക്കും. മാറ്റി വെച്ച് ഏറ്റവും അവസാനം ദിവസം KC സാർ എന്നെ വിളിച്ചു പറഞ്ഞു, ഗീത ഇത്തവണത്തെ ഓണപ്പതിപ്പിന് ഒരു വിശേഷം. എന്താ വിശേഷം സാറേ? 10 പേജ് ബ്ലാങ്ക് ആയിട്ടിട്ട് ഗീതാഭിഷി വഞ്ചിച്ചു എന്ന് ഞാൻ അതിനകത്ത് എഴുതി വെക്കാൻ പോകും. അങ്ങനെ സാറ് ചെയ്യായിരിക്കും, എന്നാലും ഇൻഡസ്ട്രിയിൽ മുഴുവൻ പാട്ടാവൂലേ ഗീതാഭിഷി വഞ്ചിച്ചു എന്നുള്ളതായിരുന്നു. അതൊരു പത്രപ്രവർത്തകൻ എന്ന് എനിക്ക് ശരിയല്ല. അന്ന് രാവിലെ ഞാൻ വീട്ടിലാണ്, എൻ്റെ കസിൻസ് പിള്ളേർ മുഴുവനുള്ള ദിവസമാണ്, എഴുതാതെ ഒരു രക്ഷയില്ല. 50 പേജെടുത്ത്, പിന്നെ ഞാൻ എഴുതുന്ന 50 പേജാണ്, പ്രിൻ്റഡ് 10 പേജ് വരുന്നത്, അതൊക്കെ എനിക്കറിയാം. 50 പേജെടുത്ത് 2 ആയിട്ട് സ്റ്റേപ്പിൾ ചെയ്ത് എൻ്റെ മുമ്പിൽ വെച്ചിട്ട്, ആ പുസ്തകത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എവിടുന്ന് തുടങ്ങണം എന്ന് ഓർത്തു. തായെ കാണാൻ ഞാൻ എയർപോർട്ടിൽ ഇരിക്കുന്ന തുടങ്ങുക, പിന്നെ വേണം എഡിറ്റ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ എഴുതിയതാണ് തായി എന്നുള്ളതിൻ്റെ ഫസ്റ്റ് പാർട്ട്. 2 പാർട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് ഓഫ് കോഴ്സ് വാട്ട് ഹാപ്പൻഡ്. എല്ലാ വർഷവും പിന്നെ ഞാൻ എഴുതുന്നതിനൊക്കെ ഈ തായിയായിട്ട് ബന്ധപ്പെട്ട് വേണം എഴുതാനുള്ള മട്ടെ. അത് കഴിഞ്ഞ് മീനാക്ഷം എന്നുള്ളതായിരുന്നു പിറ്റേ വർഷം വന്നത്. അപ്പോൾ ആ സമയം ആകുമ്പോഴത്തേക്ക് തായിക്ക് ക്യാൻസർ വരുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ മീനാക്ഷം അതോടുകൂടി ബന്ധപ്പെട്ടായി. പിന്നെ അതിന് എല്ലാവരും ചോദിക്കുന്ന അത് തായിയുടെ കാര്യം ഇല്ലാതെ എനിക്ക് എഴുതാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അതന്നെ. ഗീതാഭിഷി എന്ന് പറഞ്ഞാൽ തായിയായിട്ടായി ബന്ധം. പിന്നെ ജാതക വിധി എന്ന് പറഞ്ഞ വേറെ, ഇത് 3 കൂടെ കമ്പയർ ചെയ്താണ് പുസ്തകമായിട്ട് വന്നിരിക്കുന്നത്. എല്ലാം ഒറ്റയടിക്ക് എത്ര പേജ് വേണമെന്ന് ബീങ് പ്രൊഫഷണൽ ആയിരുന്നു. എത്ര പേജ് ജാതക വിധി ആയപ്പോഴത്തേക്ക് കമ്പ്യൂട്ടറായി, പക്ഷെ പെട്ടെന്ന് എഴുതി തീർത്താണ്. അങ്ങനെയൊന്നും ശ്രമിക്കണമെന്നില്ല, പക്ഷെ എഴുതി വെച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരു നേരത്തെ ഒരു ബോധം വരും, ദിസ് ഇസ് മൈ സ്റ്റോറി, ദെൻ യു വിൽ റൈറ്റ്. ഒറ്റ കാര്യമുള്ളൂ, എഴുതണമെന്ന് തീരുമാനിക്കണം. പിന്നെ എഴുതി കഴിയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ ആരെങ്കിലും എൻ്റെ വാക്ക് കേട്ട് എഴുതാൻ പോവുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു സാധനം ജാതകവിധി എന്നുള്ളത് ജാതകത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ജാതകം നോക്കിയിട്ട് നമുക്ക് ഞാൻ എഴുതുന്നത് അവനവൻ്റെ ജീവിതം എഴുതുന്നതിലും അത് പുതിയ ആളാണ്, വാർത്ത എഴുതുന്നതല്ല നമ്മുടെ ജീവിതം എഴുതുന്നത്. അപ്പം ഞാൻ ഭയങ്കര കാര്യമായിട്ട് നടന്ന സംഭവം എഴുതി. ഒരു ആൾ എൻ്റെ ജാതകം നോക്കിയിട്ട് ഭയങ്കര മോശം അഭിപ്രായം പറഞ്ഞതൊക്കെ ആ പുള്ളിയുടെ പേര് സഹിതം വെച്ച് എഴുതി വെച്ചിട്ട്, കേശവക്കണിയാരെന്ന് പറഞ്ഞ ആളിങ്ങനെ പറഞ്ഞു. അപ്പോൾ അതെനിക്ക് വലിയ വിഷമമായി, എൻ്റെ ഹൃദയം തകർന്നു പോയി എന്നൊക്കെ എഴുതി വെച്ചിട്ട് പിന്നെ പറഞ്ഞു, പിന്നെ ഒരാൾ അത് അങ്ങനെയല്ലെന്ന് പറഞ്ഞു എന്നൊക്കെ എഴുതി. സംഭവമൊക്കെ നടന്നു, പുസ്തകം ഇറങ്ങി, റിലീസായി, നല്ല റെസ്പോൺസ് ആയിരുന്നു. ഇപ്പം എൻ്റെ നാട്ടിൽ കൂരോപ്പട എന്നൊരു ഗ്രാമമാണ്, ആ ഗ്രാമത്തിൽ എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചു. ഞാൻ പഠിച്ച ആദ്യത്തെ സ്കൂളാണ്. ഞാൻ ചെന്ന് ഗസ്റ്റായിട്ടൊക്കെ ഇരിക്കുന്നു, നല്ല രസമുണ്ട്. അടുത്തൊരാളിരിക്കുന്നു, അപ്പുറയാളിരിക്കുന്നു. ഐ സോ ഹാപ്പി, എൻ്റെ നല്ല നാട്ടിൽ എന്നെ വിളിക്കാന്ന് തന്നെ ചെയ്യുന്നു. അപ്പോൾ ഒരാളെടുത്ത് പ്രസംഗിക്കുന്നു, ഗീതാഭിഷിയുടെ പുസ്തകത്തിൽ എൻ്റെ അച്ഛനെ കുറിച്ച് പരാമർശമുള്ളതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. പിന്നെ എല്ലാത്തിനും ഞാൻ പേര് മാറ്റി, പിന്നെ എഴുതിയതിലൊക്കെ എന്റെ സ്വന്തം പേരമ്മയുടെ പേരും അത് മാറ്റി എഴുതി. എന്തിനാ വെറുതെ നാട്ടിൽ നിന്ന് തല്ലു വായിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ
വിവാദ പരാമർശങ്ങൾ കുറച്ച് സൂക്ഷിച്ചെഴുതിയാല് ഞാനൊന്നിരുന്ന് ഒരുക്കിയ പോലെ ഞാനും സോ സോറി രാജേട്ടാ സോ സോറി അയ്യോ നല്ല അച്ഛന്റെ പേര് പുസ്തകം നിങ്ങളുടെ നല്ല മനസ്സ് വേറെ അപ്പൊ ഒരു കാര്യം ചോദിച്ചു, ഇപ്പൊ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? കുഴപ്പമില്ലെന്ന് നിങ്ങൾ ഇവിടുന്ന് പോകുന്നവരെ അല്ല അതാണ് ചോദിച്ചത്. എഴുതിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇല്ല. പിന്നെ ഞാൻ ഒരെണ്ണത്തിനകത്തും പക്ഷെ ഞാൻ വളരെ സൂക്ഷിച്ചായിരുന്നു എഴുതിയത്. ആരെയും കുറ്റപ്പെടുത്താതെ ഒക്കെ എഴുതിയത്. എന്നിട്ടാണ് ഈ മണ്ഡലം പോയി കാണിച്ചത്. ആരുടെയും ഒരു ചെറിയ കുറ്റപ്പെടുത്തലുണ്ടെങ്കിൽ കട്ട് മാനസികമായി തന്നെ എഡിറ്റ് ചെയ്താണ് പൊതുവെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ജീവിതത്തിൽ ഞാൻ അതൊരു ശീലമാക്കി. തായിൽ ഇത്ര എഡിറ്റ് ചെയ്ത് വിടാക്കാണ് ജീവിതത്തിൽ എഡിറ്റ് ചെയ്ത് വിടാൻ വിട്ടുകളാണ് അവരുടെ പ്രോബ്ലം. അത് ഭയങ്കര സമാധാനമായി. എന്റെ അച്ഛൻ ആദ്യത്തെ വിവാഹത്തിൽ മറാഠിയിൽ ചേച്ചി എന്നാണ് ആയി പറഞ്ഞ അമ്മ. അവര് അവിടെ എത്തി ബോംബെയില്. അപ്പൊ സഡൻലി എന്റെ 13 വയസ്സിന്റെ പപ്പ മരിച്ചുപോയി. പിന്നെ യാദവ്ജി ഭാരത് പോലെ ഞാൻ കേരളത്തിലായി, പുള്ളിക്കാരി അവിടെ MDO ആയി. എനിക്ക് അറിയില്ല ഇവിടെ എവിടെയാണ്. ഇപ്പൊ സിൻസ് 77. ആകെ ഒരു ഫോൺ ഉണ്ട്, ഒരു അഡ്രസ് ഉണ്ട്, നോബഡി റെസ്പോണ്ടഡ്. പിന്നെ അനദർ 30 years ഞങ്ങൾ രണ്ടുപേരും 2 ഭൂമിയിലും 2 സംസ്കാരത്തിലും. ഐ ആം ഹിയർ. പഴയ ടിപ്പിക്കൽ മലയാളി ഫാമിലി തറവാട്ടിലും. പുള്ളിക്കാരി ബോംബെ പോലെയൊരു മെട്രോ നഗരത്തിൽ എവിടെ പോയി, എങ്ങനെ പോയി, എന്തുകൊണ്ട് എന്നോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. 13 വയസ്സേ എനിക്കാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു തെരച്ചിലിന്റെ കഥയാണ്. എവിടെ പോയി തപ്പും. ഭർത്താവ് പറഞ്ഞ പോലീസ് കംപ്ലൈന്റ് ചെയ്യാമെന്ന്. പോലീസ് കംപ്ലൈന്റ് ചെയ്യും. എന്റെ പപ്പോട്ട് വെച്ചു പോയി, ചേച്ചി നടന്നില്ല. അങ്ങനെ അങ്ങനെ തെരഞ്ഞ് ഞാൻ കണ്ടെത്തുന്ന ഒരു കഥയാണ്. ഇപ്പൊ എവിടെയുണ്ട്? അത് ഞാൻ 2-8 വർഷം കഴിഞ്ഞപ്പോ ക്യാൻസർ ആയി. പക്ഷെ ആ 8 വർഷം ദൈവം എനിക്ക് തിരിച്ചു തന്നു. ഭയങ്കര നല്ല അനുഭവമായിരുന്നു. പിന്നെ ഏറ്റവും വലുത് എനിക്ക് എന്നെ കുറിച്ചുള്ള അവിശ്വാസം മാറിക്കിട്ടി. നിങ്ങൾക്ക് അത്രയും സ്നേഹമുള്ള ഒരാൾ ഒരു സുപ്രഭാതത്തിൽ രാവിലെ നിങ്ങൾ കാണാതെ പോവുക, നിങ്ങളെ അന്വേഷിക്കാതിരിക്കുക, നിങ്ങളെ ഒട്ടും അത് നമുക്കുണ്ടാകുന്നുണ്ടല്ലോ. ഒരു 13-കാരിക്ക് ഉണ്ടാകുന്ന പേഴ്സണൽ ട്രോമ ഭയങ്കരമാണ്. ലോകം മാറുന്നു, ഒരാളില്ലാണ്ടാവുന്നു. അതിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു കുഴപ്പമില്ല. വേറെ പലരുടെയും ചില അത് ഭയങ്കര നല്ലതാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു, ഞങ്ങൾക്കിപ്പോ ഇമ്പോസിഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കുറച്ച്. നല്ല കയ്യക്ഷരം നന്നാവുകയും ചെയ്യും. എഴുതുമ്പോ നമ്മൾ തന്നെ വായിക്കാൻ പറ്റുമല്ലോ. ഇത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് എഴുതുന്നത്. ഭയങ്കരമായിട്ട് നമ്മളെ എനിക്കറിയാം ഓരോ വ്യക്തിയും, അത് സ്ത്രീയോ പുരുഷനോ ആട്ടെ, നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന ഒരാൾക്കും പോലും അത്ര സിമ്പിളൊന്നും അല്ല. സുഖമൊക്കെയാണ്, എല്ലാവർക്കും തന്നെ സുഖമാണ്. പക്ഷെ ഓരോരുത്തർക്കും അവരുടെ കുരിശിലെ പോലെ ചിലപ്പോൾ വേദന എടുക്കുക കുരിശുകളുടെ പേരുണ്ടോ? പുരുഷർക്ക് പല നേരത്ത് പല പേരുണ്ട്. അറിയാതെ ഒരു കാര്യം അറിയാതെ ഇവിടെ പറഞ്ഞിട്ട് ഇവിടെ പിടിച്ചിട്ട് ആദ്യം ഒരു കുരിശായിരുന്നെങ്കിൽ ആദ്യം പറഞ്ഞപ്പോ ഞാൻ അവിടെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്നൊന്നും പറഞ്ഞു. ഇപ്പൊ അത് നല്ല രസമായി തോന്നുന്നുണ്ട്. അങ്ങനെയല്ല, പണ്ട് നമ്മ സാറന്മാര് പ്രസംഗിക്കുമ്പോ നമ്മ എന്ത് ചെയ്യും? അവരെവിടെയെങ്കിലും കൊണ്ടുവന്നിടുമ്പോഴത്തേക്കും ചുറ്റും നോക്കി ഒട്ടും ഇഷ്ടമല്ല പ്രസംഗിക്കുന്ന കേൾക്കാൻ. അയ്യോ നേതൃത്വമാണ് അടുത്ത പരിപാടി തുടങ്ങാൻ. പള്ളിയില് ഒരു ടൈം ഉണ്ട്, അത് കഴിഞ്ഞ് കൂടുതൽ അച്ഛൻ സംസാരിച്ചാൽ അല്ല എണീറ്റ് നിൽക്കും. ഞാനിപ്പോ കൈ കാണിക്കും. അവര് കൂടായി പറയുന്നത് നമ്മളാണെങ്കിൽ കൂടെ. അപ്പൊ ശരി, ഞാൻ ഇനി വരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ കുട്ടി ക്ലാസ് മറക്കണ്ട. Thank you. Thank you. Bye. Thank you. Okay. Thank you. ശിവനോടല്ലേ?